When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. Hello everyone, welcome back to my YouTube channel and welcome back to another vlog. So today we are at the tip of South India. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ. Of course, we are at Kanyakumari. So welcome back to my YouTube channel and welcome to Kanyakumari vlog. കന്യാകുമാരി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് വിവേകാനന്ദ പാറയും അവിടേക്കുള്ള ബോട്ടിംഗ് ഒക്കെ ആണല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാനും ആദ്യം വന്നു, ബോട്ട് എടുത്തു, നേരെ വിവേകാനന്ദ പാറയിൽ വന്നു. സോ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വിവേകാനന്ദ പാറ കാണാം. എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും പറയാം വിവേകാനന്ദ പാറ കന്യാകുമാരി എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പിക്ചർ 2004 സുനാമിയാണ്. എനിക്ക് തോന്നുന്നു സുനാമിയുടെ ആ ന്യൂസ് ആദ്യമേ കാണുമ്പോൾ ടിവിയിൽ കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറയുമ്പോൾ തന്നെ വിവേകാനന്ദ പാറയിൽ വന്ന് കുടുങ്ങിപ്പോയ ആൾക്കാരെ കുറിച്ചാണ്. ഇവിടെ തിരയടിക്കുന്നതും വലിയ ബിഗ് വേവ്സ് വരുന്നതൊക്കെയാണ് എന്റെ മനസ്സിലപ്പം ഈ സ്ഥലമാണ് നമ്മൾ ന്യൂസിൽ കണ്ടതെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ഐ ഫീൽ നൊസ്റ്റാൾജിക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ദുരന്തത്തിന്റെ ഒരു ഇതാണല്ലോ. എനിവേ ഇറ്റ്സ് എ മെമ്മറി. വിവേകാനന്ദ പാറ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആ സുനാമിയുടെ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. ബട്ട് ഇപ്പം അതൊക്കെ നമ്മൾ കാലങ്ങൾ കഴിഞ്ഞ കാരണം ഇവിടെ കാണുമ്പോൾ നല്ല രസമുണ്ട് ആ ഒരു സ്റ്റാച്യു കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. സോ ഇവിടെ ആയിട്ട് ടെമ്പിൾ പോലെ ഉണ്ട്, അതിന്റെ അകത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ അകത്തുള്ള ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഐഡലാണ്. അപ്പം ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇൻസൈഡ്, സോ അതിന്റെ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. ബട്ട് നമ്മൾ ആ പുറത്ത് കാണുന്ന വലിയ ആ ഐഡലിന്റെ ചെറിയൊരു വേർഷൻ, മേ ബി ദ ഒറിജിനൽ ഇതായിരിക്കും അതിൻ്റെ അകത്തുള്ളത്. സോ ദാറ്റ് ഈസ് വിവേകാനന്ദ സ്വാമിയുടെ ഐഡലാണ് ടെമ്പിളിന്റെ അകത്തുള്ളത്.
നമ്മൾ അടുത്തതായിട്ട് ഇനി വിവേകാനന്ദ പാറ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കയറാൻ പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ റീസെന്റ് വന്ന സംഭവങ്ങളാണ്. സോ എങ്ങനെയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കണ്ടുപോകാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ വന്ന ഈ സ്റ്റാച്ചു കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വിവേകാനന്ദ പാറയല്ല ശരിക്കുള്ള വിവേകാനന്ദ പാറ. കാരണം ഈ വിവേകാനന്ദ പാറയിലുള്ള ആ സ്റ്റാച്ചുവിന്റെ പേര് എൻ്റെ വിചാരം അത് വിവേകാനന്ദന്റെ സ്റ്റാച്ചു ആണെന്നാണ്. നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇതുപോലെ അതാണ് പറഞ്ഞില്ല. നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ അറിവ് കൂടുതൽ വർദ്ധിക്കുന്നത് കേട്ടില്ല. ഇവിടെ വന്നപ്പോഴേക്ക് മനസ്സിലായി വിവേകാനന്ദ, അതിപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മുടെ മനസ്സിൽ വിവേകാനന്ദ പാറയുള്ളത് വിവേകാനന്ദന്റെ സ്റ്റാച്ചു എന്നുള്ള ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വിവേകാനന്ദ സ്റ്റാച്ചു വെച്ചിട്ടുള്ളത് ആ ടെമ്പിളിലാണ്. അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ദെൻ ഈ വിവേകാനന്ദ പാറ എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നിട്ടുള്ള ഈ പാറയിലുള്ള സ്റ്റാച്ചു തിരുവള്ളുവർ എന്ന് പറയുന്ന ആളുടെ സ്റ്റാച്ചു ആണ്. ഇതൊക്കെ എന്താണ്, ആരൊക്കെയാണെന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ബട്ട് വൺ തിങ് ഐ റിയലൈസ് ടുഡേ ഇസ് ദാറ്റ് യു ട്രാവൽ മോർ യുവർ നോളജ് ഇൻക്രീസസ്. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കൂടുതൽ വർദ്ധിക്കുമെന്ന് പറയുന്നത് ശരിക്കും നേരാണ്. ഇതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരുന്ന പിക്ചറൊന്നും അല്ല എന്ന് മനസ്സിലാവുന്നത്. എനിവേ ഇവിടെ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നു. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള വിവേകാനന്ദ പാറയുടെ ഒരു ഇതൊന്നുമല്ല. അതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ബട്ട് കുറേയേറെ മോഡിഫിക്കേഷൻസും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നൈസ്.